ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോർണിംഗ് എക്സസൈസൊക്കെ കഴിഞ്ഞ് അപ്പം പുലർന്ന് വെയിലായി. എന്താ നല്ല സൺലൈറ്റ് ഉണ്ട്. എങ്കിലും കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് പലരും വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ വീഡിയോ ചെയ്തേക്കാമെന്ന് ഓർത്ത്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു വലിയ സംഭവം, മറ്റേ അക്രമമല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം, സീ പോർട്ടിൻ്റെ ഉദ്ഘാടനം ഒരു സൂപ്പറായിരുന്നു അല്ലേ. രസം എന്താ വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് 5000 കോടി മുടക്കുന്നു, അതാണ് 2000 കോടി മുടക്കുന്നു, 700 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കടമായിട്ട് തരുന്നു, അത് പലിശ സഹിതം കൊടുക്കണം. പക്ഷെ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഗ്ലാമറൊക്കെ അത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് കൊടുക്കുന്നത്, അവർ തന്നെ അത് ചെയ്തു. അപ്പം അന്നേരം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമുണ്ട്. അതായത് കേരളത്തിൽ പ്രധാനമന്ത്രി വന്ന് വളരെ സന്തോഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ട് ഓർത്തു ഒന്നിരണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തും, നമ്മുടെ വയനാടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ റോഡ് വികസനമൊക്കെ നടത്തുകയാണ്, അതിൽ 24 കേരള ഗവൺമെൻറ് കൊടുക്കണമെന്ന് മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്തൊരു നിബന്ധനയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് വേണ്ടാന്ന് വെച്ചു എന്നുള്ളതുകൊണ്ടാണ് അവർ പനിഷ്മെൻറ്റ് തന്നത്. എനിഹോ അത് കുറച്ചുകൂടെ ഇമ്പൾസീവായിട്ട് കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് പറയാമായിരുന്നു അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഈ വിദ്യാജ്ഞാനം ഉപദേശിച്ചാൽ ബുദ്ധിമാൻ ജ്ഞാനം പഠിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ എങ്ങനെ വീഴിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ഗവൺമെൻറ് എങ്ങനെ രാജിവെച്ച് പോകും എന്ന പരീക്ഷണം ഗവൺമെൻറ് നടത്തി. പക്ഷേ ആ പരീക്ഷണത്തെ കേരള ഗവൺമെൻറ് അതിജീവിച്ചു. ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കൂടുതൽ അതിജീവിച്ചു. ഇവിടെ ടാക്സൊക്കെ കുറച്ച് ഇമ്പോസ് ചെയ്തു, സ്വയം വരുമാനം വർദ്ധിപ്പിച്ചു. അപ്പോൾ നമുക്ക് ദേശീയ വീതം 1.94 ആക്കി കുറച്ചിട്ടും അത് തന്നെ മര്യാദയ്ക്ക് തരാതിരുന്നിട്ടും നമ്മൾ പിടിച്ചു കയറി. നമുക്ക് കേരളത്തിൻ്റെ അഭിമാനമായ ഒരു പ്രോജക്റ്റാണ് 61 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി. 6-7 മാസം കുടിശ്ശികയായിരുന്നു. ഇപ്പോൾ അത് കൊടുത്ത് ഇനിയിപ്പോൾ ഒരു തവണയും കൂടെ ഉള്ളൂ കുടിശ്ശിക, അതിലേക്ക് വന്നു. അപ്പോൾ ഗവൺമെൻറ് ഉയർത്തെഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റു, സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം ഒന്നൊന്നായി തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഈ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം, നല്ല ഗവേണിങ് കിട്ടണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ചെയ്യണം. അപ്പോൾ ഉള്ളവർ കുറച്ച് ഷെയർ ചെയ്യും. അങ്ങനെ ചെറിയ സെസ്സൊക്കെ എന്തൊരു ഒന്നും പാടില്ല, നികുതി ചുമത്താൻ പാടില്ല, സെസ്സിടാൻ പാടില്ല. പിന്നെ എങ്ങനെ നമുക്ക് കമ്മട്ടോട്ട് ഇല്ല തന്നെ, എങ്ങനെ മുമ്പോട്ട് പോകുന്ന ആരും ചിന്തിച്ചില്ല. ചില പാർട്ടിക്കാരൊക്കെ പ്രസ്താവന നടത്തി 3 മാസമായി ഗവൺമെൻറ് വീഴും. ഒരു ജനകീയ ഗവൺമെൻറ് വീഴിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ നമ്മുടെ അത്യുജ്വലമായ ജനങ്ങളുടെ ഇടപെടലിന് മുമ്പിൽ അതെല്ലാം കീഴ്വഴങ്ങി. ഇന്നിപ്പം നാടിന്, ഇപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി ഇന്ത്യയുടെ അഭിമാനമായി കേരളം മാറിയ കാര്യം. അപ്പം അതൊരു സന്തോഷകരമായ ഒരു സാഹചര്യമായിരുന്നു. നമ്മുടെ നാടിൻ്റെ വികസനം, ഗുഡ് മോർണിംഗ് മിസ്, നമ്മുടെ നാടിൻ്റെ വികസനം ഉത്തരോത്തരം മുമ്പോട്ട് പോവുകയാണ്. അതൊരു സ്പെഷ്യൽ. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കേരളത്തിൽ ഇറങ്ങിയാൽ പട്ടിണി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ദാരിദ്ര്യം കാണാൻ കഴിയുന്നുണ്ടോ? എസ്പെഷ്യലി കേരളം, കോട്ടയം ഏഷ്യയിലുള്ള ടൗണുകളിൽ ആദ്യമായി പട്ടിണി രഹിതമായിട്ട് മാറി. ഇവിടെ വിശക്കണം. അപ്പോൾ അതിനെപ്പറ്റി BBC ഒക്കെ വലിയ ഗവേഷണം നടത്തിയതാണ്. അപ്പോഴാണ് ജനങ്ങളുടെ ഇടപെടലിനെ പറ്റി പറഞ്ഞത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും പ്രവർത്തനമുണ്ട്. അതോടൊപ്പം ജനങ്ങളും കൈപിടിക്കുമ്പോഴാണ് അത് വിജയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളായിട്ട് പത്രങ്ങളിലെല്ലാം എന്തൊക്കെ അപമാനിക്കാൻ ശ്രമിക്കുക ഗവൺമെൻറ്റിനെ, എന്തുമാത്രം. ഇങ്ങനെ പത്രം വായിക്കുന്ന സാധാരണ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ എന്തെല്ലാം വിഷം കുത്തിക്കയറ്റി. പക്ഷേ ജനങ്ങളതെല്ലാം തിരിച്ചറിയും. ഇപ്പോൾ എഴുത്ത് നിർത്തിയല്ലോ അല്ലേ. അതായത് ഇതിപ്പം ഒരു UDF ഗവൺമെൻറ് വരികയാണെങ്കിൽ അവരും ഇങ്ങനെ തന്നെ ചെയ്യണം.
LDF ആണെങ്കിൽ LDF ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. അപ്പോൾ അവർക്കും ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ രാഷ്ട്രീയം പറഞ്ഞൊരു കാര്യമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗവൺമെൻറ്റിനെ ശ്ലാഘിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നത്. തെറ്റായ കാര്യം കണ്ടാൽ അതും പറയും. അപ്പം സൂപ്പറായിട്ട് മുമ്പോട്ട് പോകുന്നു ഈ വൈഡ് ആൻഡ് എക്സ്റ്റൻസീവ് ജേണി നടത്തുന്ന ആളെന്നുള്ള നിലയിൽ. ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യത്തു നിന്ന് ഓരോന്ന് കാണുമ്പം നമുക്ക് ഇന്ത്യയിൽ തുലനം ചെയ്യാൻ കേരളമല്ല മറ്റൊരു സ്റ്റേറ്റ് ഇല്ല എന്ന് പറയാം. ഇപ്പം നമുക്ക് ഇവിടുത്തെ ശിശു മരണ നിരക്ക് 3 കുട്ടികളിപ്പം പേവിഷബാധ വന്ന് മരിച്ചിട്ടുണ്ട്. അത് അത്യന്തം ഭീതിപ്പെടുത്തുന്നതാണ്. ഇനി ഗവൺമെൻറ് ഉറങ്ങിയിട്ട് കാര്യമില്ല. പണ്ടത്തെ പോലെ തന്നെ ഈ തെരുവ് നായ്ക്കളെ ഉച്ചാടനം ചെയ്യും. എന്ത് കേസും വരട്ടെ, നമുക്ക് ഒരുമിച്ച് അത് കൈകാര്യം ചെയ്യാം. അതിനെയൊക്കെ നശിപ്പിക്കണം. ഇതെന്താ കഷ്ടം. കൊച്ചുകുട്ടികൾ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ 3 കുട്ടിയാണ് മരിക്കുന്നത് ഇന്നലെ. ഇനി ഇത് നോക്കിക്കാൻ പാടില്ല. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയയിൽ പണ്ട് കങ്കാരു, അവരുടെ ദേശീയ മൃഗം കങ്കാരു, അപ്പോൾ അത് ഭയങ്കരമായിട്ട് പെരുകി. അവരെന്തായിട്ട് തീരുമാനിച്ചേ, അതിന് ഹണ്ട് ചെയ്യാൻ ലൈസൻസ് കൊടുത്തില്ല. ഹണ്ട് ചെയ്യുന്നവർ കൊണ്ടുപോയി കഴിക്കണം, അല്ലാതെ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടാനല്ല പറഞ്ഞത്. അത് അങ്ങനെ ആളുകൾ വെടിവെച്ച് കൊന്നതിനെ കൊണ്ടുപോയി അവർ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഷോപ്പിൽ വിറ്റു. ആ പ്രശ്നം ഇറാഡിക്കേറ്റ് ചെയ്തപ്പോൾ ലൈസൻസ് റദ്ദ് ചെയ്തു, മതി എന്ന് പറഞ്ഞതുപോലെ ഈ സ്ട്രേ ഡോഗ്സിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഒരു കോടതിയും പോലീസ് വന്നാൽ എന്താ കേസ്, കോടതിയിൽ അവിടെ ഇരിക്കുന്നതാരാ? ഈ കേരളത്തിൻ്റെ മക്കൾ തന്നെയാണ്. അവർക്കറിയാം കേരളത്തിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിൽ പോലും കയറി പോകാൻ മേലാത്ത ഇത് വളർന്നു വന്നിരിക്കുക, അതിൻ്റെ ഭീകരത. ഇപ്പം ഞാനീ നടക്കാൻ പോകുന്നത് 17 പട്ടിയാണ്. അത് പരിപാടി ഞാൻ നല്ല ബന്ധത്തിലുമാണ്. എന്നെ കാണുമ്പോൾ എൻ്റെ മണത്ത് നോക്കുക, എൻ്റെ ചുറ്റും നടക്കുക, എൻ്റെ മുമ്പിൽ പോകും, ഒക്കെ ശരിയാണ്. പക്ഷേ പേ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. ഈ സ്നേഹമൊന്നും അവർക്കില്ല, അവർക്ക് ദേഷ്യം മാത്രം കടിക്കും. അപ്പം അതിനെ നിരാകരിക്കേറ്റ് ചെയ്യണം. ഗവൺമെൻറ് അതിനെ തച്ചുടയ്ക്കണം. എന്തായാലും ശ്ലാഘനീയമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. 3 മരണമാണ്. നമുക്ക് ഏത് സുപ്രീം കോടതി മുമ്പിലും എടുത്തു വെക്കാവുന്നൊരു വിഷയം. ഇതിനകത്ത് രസമെന്ന് വെച്ചാൽ പേപ്പട്ടി നിർമ്മാണത്തിനുള്ള വാക്സിൻ കമ്പനികളാണ് പണം കൊടുക്കുക. ഇവിടെ ഒരു പട്ടിയെ കൊന്ന ഉടനെ ഡൽഹിയിൽ നിന്നാണ് വക്കീൽ വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് സംശയം മനസ്സിലാവുകയല്ലേ ഇതിൻ്റെ താല്പര്യം ആർക്കാന്ന്. അപ്പം അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് അത് ഉടനടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകണം. വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് ലൈസൻസ് കൊടുക്കും. വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അലയാൻ വിട്ട് അവർക്കെതിരെ ഒരു 50,000 രൂപയുടെ ഫൈനും കൂടെ അടിക്കണം. കാരണം വീട്ടിലെ പട്ടിയാണ് ശരിയാണ്, റോഡിലെ കിടപ്പ്, അത് അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ലൈസൻസ് വേണം. ലൈസൻസ് ഉള്ള പട്ടി റോഡിൽ കൂടെ തിരിഞ്ഞു നടന്നാൽ ഒരു 50,000 രൂപ ഫൈൻ അടിക്കണം. അതുപോലെ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പം നമ്മളെന്തായാലും ഗുഡ് ഗവേണൻസിനെ സംബന്ധിച്ച് യാതൊരു സംശയവും നമുക്കില്ല, ഞങ്ങളൊപ്പം ഉണ്ട്. പക്ഷേ ഈ കാര്യത്തിലൂടെ ശക്തമായി മുമ്പോട്ട് വരണം. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് വിഷയം മാറിപ്പോകണ്ട. അത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയാണ്. എത്രയല്ലേ കേരളത്തിന് കോരിത്തരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ മുന്നോട്ടുള്ള. ഇപ്പം ഷിപ്പ് യാർഡ് വരുന്നു. ലോകം മുഴുവൻ ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞ പോർട്ട് ലോകം മുഴുവൻ പ്രശസ്തമാകുന്നു. അപ്പം ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളും, പക്ഷെ അതിനെയൊക്കെ അവധാനതയോടുകൂടി പ്രശ്നങ്ങളെ പരിഹരിച്ച് ചർച്ച ചെയ്ത് അവരുടെ കുടുംബങ്ങളിൽ 1-2 പേർക്ക് ജോലികൾ കൊടുത്ത് ആവശ്യമായ സാമ്പത്തികം കൊടുത്ത് ഗവൺമെൻറ് എത്ര ക്ലെവർലിയാണ് ആ കാര്യം ചെയ്തത്. ഒരിക്കലും ഇവിടെ 45 മീറ്റർ റോഡ് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ 45 മീറ്ററിൽ ആ റോഡുകൾ പണിതു, ആർക്കും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ അത് അവധാനതയോടുകൂടി അവരോട് ചർച്ച ചെയ്ത് നാടിൻ്റെ പ്രശ്നങ്ങളെ ബോധ്യപ്പെടുത്തി അവർക്ക് അഡിക്വേറ്റ് കോമ്പൻസേഷൻ കൊടുത്തു. അങ്ങനെ അവരെ പരിധിയിലാക്കി കാര്യങ്ങൾ നടത്തി. അവർക്കും കൂടെയാണ് ഈ നാട്, ഈ വികസനം എന്നവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇതിപ്പം കാസർഗോഡ് തിരുവനന്തപുരം വരെ ഹൈവേ തീർന്നിട്ട് വേണം എനിക്കൊന്ന് ഫുള്ളായിട്ട് പോകാൻ. ഇടയ്ക്കൊക്കെ കയറി ഇപ്പോൾ പല പ്രാവശ്യം വണ്ടിയായിട്ട് പോയി കണ്ണൂർ കാസർഗോഡൊക്കെ കണ്ടു. സൂപ്പർ. ഇത് കേരളമാണെന്ന് തോന്നിപ്പോവുക. US ചില സ്റ്റേറ്റിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന അതേ വികസനമാണ് കാണുന്നത്. ഓക്കെ, എനിക്കാവും. അപ്പം നമ്മുടെ നാട് ഉത്തരവാദിത്തം മുമ്പോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവാക്കളെ മയക്കുമരുന്നിൽ നിന്നും
രക്ഷിക്കണം. നമ്മുടെ പ്രവർത്തനം ശക്തമായിട്ട് മുമ്പോട്ട് പോകും. അത് ഒന്നുകൂടെ ഊർജ്ജപ്പെടുത്തണം. ഏതൊരുവനാണെങ്കിലും, സിനിമയുടെ അല്ല, ഏത് കമ്പനി ഉടമയല്ല, ഏത് മന്ത്രിയാണെങ്കിലും അവനെ പിടിക്കണം. മയക്കുമരുന്നിൻ്റെ ലോബി, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കാണുന്ന 50 രൂപ കച്ചവടക്കാരനല്ല എൻ്റെ പിന്നിലുള്ളത്. കോടികൾ മറിക്കുന്ന വലിയ വലിയ ബിസിനസ്സുകാരെൻ്റെ ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് ഈ പ്രവർത്തനം തുടരണം. ഒരു 6 മാസം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് മുറിക്കാൻ പറ്റും, സപ്ലൈ മുറിക്കാൻ പറ്റും. ഇപ്പം ആദ്യത്തെ ആ ഒരു വിഘ്നത കഴിഞ്ഞിട്ട് ഇപ്പം സിൻഡ്രോംസൊക്കെ, വിഡ്രോവൽ സിൻഡ്രോമൊക്കെ കണ്ടു തുടങ്ങി. ആ വിഡ്രോവൽ സിൻഡ്രോമത്തിനെ പറ്റി പഠിച്ചപ്പോഴേ കാര്യം മനസ്സിലായി. ഞാനോർത്തു ഇതില്ലാതെ വന്നാൽ അവരെല്ലാം കലാപകാരികളാവും, വീട്ടിലെ ചില്ലലമാരെ അടിച്ചു പൊട്ടിക്കുന്നത്. അതുമാത്രമല്ല, ഈ വിഡ്രോവൽ സിൻഡ്രോമത്തിനകത്ത് വയറിളക്കം, ഛർദിൽ, വയറ്റുവേദന, മുട്ടുവേദന, എളിവേദന, ചെവി വേദന തുടങ്ങി ഇതെല്ലാം വിഡ്രോവൽ സിൻഡ്രോമത്തിലാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്തായിരുന്നു. ഒരു വിദഗ്ധയായ ഡോക്ടർ വന്ന് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അന്തം വിട്ടുപോയത്. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് വയറ്റുവേദനയാണ്, വയറിളക്കമാണെന്ന് പറയുമ്പം നിങ്ങൾ ഇതുകൂടെ ശ്രദ്ധിച്ചോണം. മയക്കുമരുന്നിൻ്റെ വിഡ്രോവൽ സിൻഡ്രോമത്തിൽ ഇതുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൂടെയൊക്കെ ശ്രദ്ധിച്ചോണം. എനിക്ക് നമ്മുടെ പദ്ധതികളായിട്ട് മുമ്പോട്ട് പോകണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മയക്കുമരുന്ന് ഇറാഡിക്കേറ്റ് ചെയ്യണം. സോഫ്റ്റായിട്ടുള്ള ആൽക്കഹോൾ കഴിക്കരുതെന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ ആവശ്യക്കാർ കഴിക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ ഡ്രഗൊന്നും നമുക്ക് പാടില്ല. ഈ നമ്മളീ പറഞ്ഞ പോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഈ മയക്കുമരുന്ന് നമുക്ക് വേണ്ട. MDMA 10 വർഷത്തിനുള്ളിൽ പിള്ളേർ ചത്തുപോകുന്ന പരിപാടി നമുക്ക് വേണ്ട. അപ്പം അതുപോലെ തന്നെ ഈ പേവിഷബാധയ്ക്കെതിരെ പോരാടാൻ നമ്മൾ തയ്യാറെടുക്കണം. അത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കരുത്. അതിന് മുമ്പ് സർക്കാർ ഉത്തരവിടണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിലവിലുള്ള അതീവ പ്രശ്നക്കാരായിട്ടുള്ള ഡോഗിനെ നിയന്ത്രിച്ച് അവയെ, നിങ്ങളിപ്പോൾ അതുകൊണ്ട് വളർത്താനൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിനെ നശിപ്പിക്കുക തന്നെ ചെയ്യണം. എന്നാൽ പിന്നെ ഓസ്ട്രേലിയ ഭയങ്കര കോണ്ടിനെൻ്റ് അല്ലേ, അവർക്ക് അതിനെ പരിരക്ഷിക്കാമായിരുന്നല്ലോ കങ്കാരുവിനെ. അവർ അതിന് ഹണ്ട് ചെയ്യാൻ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക ഹണ്ടിങ് ലൈസൻസ് ഉണ്ടല്ലോ. നമുക്ക് മാൻ കൂടുതൽ വന്നു, ഡിയറിന് ഹണ്ട് ചെയ്യാം, പന്നി കൂടിയാൽ അതിന് ഹണ്ട് ചെയ്യാം. ഹണ്ട് ചെയ്തിട്ട് കുഴിച്ചിടുകയല്ല, അതിനെ തിന്നണം. നമ്മുടെ ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ, രസം ഉണ്ടാകട്ടെ, അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് കൺട്രോൾ ചെയ്യും. അല്ല ഇപ്പം ഫോറസ്റ്റുകാർ ചെയ്യുന്നത് തന്നെ കൊന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയുക, കുഴിച്ചിടുക. എന്തിനാണ് അത് ചെയ്യുന്നത്? ഉപയോഗപ്രദമായ ഭക്ഷണവസ്തു ഉപയോഗിപ്പിക്കണം, വിൽക്കണം വേണ്ടി വന്നാൽ അതിൽ നിന്നൊരു നാഷണൽ ഇൻകം ഉണ്ടാകട്ടെ. ഓക്കെ, എനിഹോ നമുക്ക് നാടിൻ്റെ വികസനത്തെ പറ്റി ഇനിയും ചർച്ച ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്, ബി പോസിറ്റീവ് ഓൾവേസ്. ഓക്കെ, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഫൈൻ ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.